Assalamu alaikum. How are you, students? So welcome to Hindi class. तो ചാപ്റ്റർ 3 दोस्त की अचिकन अല്ലേ സുഹൃത്തിൻ്റെ കോട്ട് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. तो अब हमें टेक्स्ट बुक सब निकालना. उसके बाद पेज नंबर 16 वहाँ 2 पैराग्राफ है, वो हमें आज पढ़ना चाहिए. तो चलिए. जमाल साहब ने समझाते हुए कहा, नसरुद्दीन तुम अचिकन की बात किए बिना भी तो मेरा परिचय दे सकते हो. उसके बारे में तुम कुछ न कहो तो अच्छा है. नसरुद्दीन ने कहा, अच्छा ठीक है. जमाल साहब को लेकर नसरुद्दीन आगे बढ़े. तभी एक अन्य पड़ोसी अब्दुल नवाब मिल गए. उनसे जमाल साहब का परिचय कराते हुए नसरुद्दीन ने कहा, ये है जमाल साहब, मेरे बचपन के दोस्त. आज कई सालों बाद इनसे मुलाकात हुई है. ये बहुत भले आदमी हैं और बहुत अमीर है, पर जो अचिकन इन्होंने पहनी है उसके बारे में मैं चुप ही रहूं तो अच्छा है. यह सुनकर जमाल साहब गुस्से से लाल पीले हो गए और अचिकन उतारते हुए बोले, नसरुद्दीन तुमसे बड़ा मूर्ख मैंने आज तक नहीं देखा. ये लो अपनी अचिकन और मुझे माफ़ करो. तो ये है हमारा पैराग्राफ. तो देखो एक और बार. जमाल साहब ने समझाते हुए कहा. समझाना क्या है? समझाना का मतलब है एक्सप्लेन. क्या है? एक्सप्लेन. അതായത് നമ്മൾ വിശദീകരിക്കുക. സമച്ചാന മീൻസ് വിശദീകരിക്കുക, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ അർത്ഥം എഴുതാം. സമച്ചാന. ഇതേക്കോ സമച്ചാന. एक्सप्लेन. क्या है समझाना? एक्सप्लेन ചെയ്യുക. ഓക്കെ, വിശദീകരിക്കാം. नसरुद्दीन तुम अचिकन की बात किए बिना भी तो मेरा परिचय दे सकते हो. നസറുദ്ദീൻ നീ ഈ കോട്ടിൻ്റെ കാര്യം പറയാതെ തന്നെ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കാം അല്ലേ? നിന്റെ സുഹൃത്തുക്കളോടെല്ലാം നീ ഈ കോട്ട് എൻ്റേതാണ്, ഇത് പിന്നെ ഈ കോട്ട് ധരിച്ചിരിക്കുന്നത് അവൻ്റെ തന്നെയാണ് എന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെയോ നീ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തോളൂ, പക്ഷേ ഈ കോട്ടിൻ്റെ കാര്യം നീ പറയണ്ട എന്നാര് പറഞ്ഞു? ജമാൽ സാഹബ് പറഞ്ഞു. ഉസ്കെ ബാരെ മേ തും കുച്ച് നാ കഹോ തോ അച്ഛാ ഹെ. നീ ഇതിനെക്കുറിച്ച്, ഈ കോട്ടിനെ കുറിച്ച് ഒന്നും പറയാതിരുന്നാൽ അത് തന്നെ നല്ലത്. ക്യാ ഹെ? അച്ഛാ മാനെ ക്യാ ഹെ? അച്ഛാ. അച്ഛാ का अर्थ है गुड അല്ലേ? അറിഞ്ഞൂടെ എല്ലാവർക്കും? अच्छा तो मैं यहाँ लिखती हूँ, देखो अच्छा. अच्छा माने गुड. ओके, गुड नल्लद एनुള്ളതാണ്. और एक और बात है कि हाँ मैं परिचय क्या है? हम पहले पढ़ा है. क्या है परिचय? परिचय का मतलब है ഇൻട്രൊഡക്ഷൻ. അതായത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുമല്ലോ. അപ്പോൾ ഞാൻ വേറൊരാളെ എനിക്കിപ്പോൾ എന്ത് ചെയ്യാം, ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കാം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടെ? എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന? ഇത് എൻ്റെ കൂട്ടുകാരിയാണ്, അല്ലെങ്കിൽ ഇത് ഇവളുടെ പേര് ഇന്നതാണ് എന്ന് നമ്മൾ പറയില്ല, അതുപോലെ. The next paragraph. जमाल साहब को लेकर नसरुद्दीन आगे बढ़े. आगे क्या है? आगे करते हैं ahead, മുന്നോട്ട് എന്നുള്ളത്. और जमाल साहब को लेकर नसरुद्दीन आगे बढ़े. जमाल സാഹബിനെയും കൊണ്ട് നസറുദ്ദീൻ എന്ത് ചെയ്തു? മുന്നോട്ടേക്ക് പോയി. തബി एक अन्य पड़ोसी അബ്ദുൾ നവാബ് മിൽ ഗയി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു അന്യ പടോസി, മറ്റൊരു അയൽക്കാരനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? അബ്ദുൾ നവാബ്. क्या है? അബ്ദുൾ നവാബ്. ഉൻസെ ജമാൽ സാഹബ് കാ പരിചയ കരാത്തെ ഹുയെ നസറുദ്ദീൻ ने कहा. അപ്പം അയാളോട് എന്ത് ചെയ്തു? നമ്മുടെ ജമാൽ സാഹബിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. യേ ഹേ ജമാൽ സാഹബ്, ഇതാണ് ജമാൽ സാഹബ്, മേരെ ബച്ചപ്പൻ കെ ദോസ്ത്, എൻ്റെ കുട്ടിക്കാലത്തെ സുഹൃത്ത്. ആജ് കൈ സാലോം ബാദ് ഇൻസെ മുലാഖാത്ത് ഹുയി. ഇന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇദ്ദേഹത്തെ കാണുകയാണ്. ഏ ബഹുത് ഭലെ ആദ്മി ഹെ, ഇദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. ഗുഡ് പേഴ്സൺ. ഔർ ബഹുത് അമീർ ഹെ, പിന്നെയോ അദ്ദേഹം വളരെ റിച്ച് ആണ്, സമ്പന്നനാണ്. പർ ജോ അജിക്കൻ ഇന്നോനെ പെഹനി ഹെ, എന്നാൽ അദ്ദേഹം ഈ ധരിച്ചിരിക്കുന്ന കോട്ട് ഉസ്കെ ബാരെ മേ മേ ചുപ് ഹി രഹൂ തോ അച്ഛാ ഹെ. അദ്ദേഹം ഈ ധരിച്ചിരിക്കുന്ന കോട്ടിനെ കുറിച്ച് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ओके, उसके बारे में मैं चुप ही रहूँ. चुप क्या है? चुप माने क्वाइट. क्वाइट में നിശബ്ദനായിരിക്കുക നമ്മൾ പറയല്ലേ? ഓക്കെ, ചുപ് क्या है? क्वाइट. क्या है? चुप, क्वाइट. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയാണെങ്കിൽ
അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അത് തന്നെ എന്ത് നല്ലത്. ഓക്കെ. ഏ സുൻകർ ജമാൽ സാഹബ് ഗുസ്സേ സെ ലാൽ പീലെ ഹോ ഗയേ. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ജമാൽ സാഹബിന് എന്ത് സംഭവിച്ചു? ഗുസ്സേ സെ ലാൽ പീലെ ഹോ ഗയേ. നീച്ചെ ദേഖോ യഹാം. इसका अर्थ क्या है? बहुत अधिक गुस्सा होना. गुस्सा क्या है? गुस्सा माने ആംഗ്രി. വളരെയധികം അദ്ദേഹത്തിന് എന്ത് തോന്നി? ദേഷ്യം തോന്നി. അവർ അജിക്കൻ ഉതാർത്തെ ഹുയെ ബോലെ. എന്നിട്ടോ ഈ അജിക്കൻ എന്ത് ചെയ്തു? അദ്ദേഹം അഴിച്ചെടുത്തു, ഊരിയെടുത്തു. എന്നിട്ടോ നസ്രുദ്ദീൻ തുംസെ ബഡാ മൂർഖ് मैंने आज तक नहीं देखा. നസ്രുദ്ദീൻ, നിന്നെ പോലൊരു മണ്ടനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ക്യാ ഹെ മൂർഖ്? മൂർഖ് का अर्थ है ഇഡിയറ്റ്, മണ്ടൻ. ഓക്കെ. ക്യാ ഹെ മൂർഖ്? മണ്ടനായിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഏലോ അപ്പനി അജിക്കൻ ഓർ മുझे മാഫ് കറോ. ഇതാ നിന്റെ കോട്ട്, എന്നിട്ട് എന്നോട് നീ ക്ഷമിക്കും. ഞാൻ നിന്നോട് എന്ത് ചെയ്തു? എനിക്ക് ഇത്രയും ദേഷ്യം, കാരണം നീ ഓരോ സുഹൃത്തിൻ്റെ അടുത്ത് പോകുമ്പോഴും പറയുന്നുണ്ട് ഇത് നിൻ്റെ കോട്ടാണ്. പിന്നീട് ഒരിക്കൽ പറഞ്ഞു ഈ കോട്ട് എനിക്കറിയില്ല, ഇത് അവൻ്റെ തന്നെയാണ്. പിന്നീട് നീ പറഞ്ഞു ഈ കോട്ടിനെ കുറിച്ച് ഞാൻ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്, അല്ലേ? ഇപ്പോൾ ഇത്രയും പേരുടെ മുന്നിൽ നീ എന്നെ എന്ത് ചെയ്തു? ആക്ഷേപിക്കുകയാണ് ചെയ്തത്, എന്നെ നാണം കെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്കിനി നിൻ്റെ കോട്ട് വേണ്ട, ഇത് നീ തന്നെ കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? നിന്നെപ്പോലൊരു മണ്ടനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും പറഞ്ഞു, അല്ലേ? തോ യഹാ ദേഖോ മൂർഖ്. मूर्ख एक नया शब्द होगा, मूर्ख. क्या है मूर्ख का अर्थ? ഇഡിയറ്റ്. ഓക്കെ. മണ്ടനായിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് ആര് പറയുന്നത്? ജമാൽ സാഹബ് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായോ? एक और बार देखो. ജമാൽ സാഹബ് നെ സമझाते हुए कहा. ജമാൽ സാഹബ് എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ്? നസ്രുദ്ദീൻ തും അജിക്കൻ की बात किए बिना भी मेरे परिचय दे सकते हो. ഈ കോഡിന്റെ കാര്യം പറയാതെ തന്നെ നിനക്ക് എന്നെ നിന്റെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. उसके बारे में तुम कुछ ना कहो तो अच्छा है. ഈ കോഡിനെ കുറിച്ച് നീ ഒന്നും പറയാതിരിക്കുന്നത് തന്നെയാണ് എന്ത് നല്ലത്. നസ്രുദ്ദീനെ കഹ അച്ഛാ ടീക്ക് ഹെ. നസ്രുദ്ദീൻ പറഞ്ഞു ആ കറക്റ്റ് തന്നെ. ജമാൽ സാഹബ് കോ ലേക്കർ നസ്രുദ്ദീൻ ആകെ ബഡേ. ജമാൽ സാഹബിനെ കണ്ടിട്ട് ജമാൽ സാഹബിൻ്റെ കൂടെ നസ്രുദ്ദീൻ എന്ത് ചെയ്തു? മുന്നോട്ടേക്ക് പോയി. തബി ഏക് അന്യ പഡോസി അബ്ദുൽ നവാബ് മിൽ ഗയേ. അപ്പോഴും ഒരു അന്യനായിട്ടുള്ള മറ്റൊരു അയൽക്കാരനെ കണ്ടുമുട്ടി. ഉൻസെ ജമാൽ സാഹബ് കാ പരിചയ കരാത്തെ ഹുയി. നസ്രുദ്ദീനെ കഹ. അദ്ദേഹത്തെ ജമാൽ സാഹബിനെ കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് നസ്രുദ്ദീൻ പറഞ്ഞു ഏ ഹേ ജമാൽ സാഹബ്. ഇതാണ് ജമാൽ സാഹബ്, മേരെ ബച്ചുപൻ കെ ദോസ്ത്, എൻ്റെ കുട്ടിക്കാലത്തെ സുഹൃത്ത്. ആജ് കൈ സാലോ ബാദ് ഇൻസെ മുലാഖാത്ത് ഹുയി. ഇന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. ഏ ബഹുത് ഭലേ ആദ്മി ഹെ. വളരെ നല്ല മനുഷ്യനാണ്. ഓർ ബഹുത് അമീർ ഹെ. വളരെ ധനികനായിട്ടുള്ള മനുഷ്യനാണ്. പർ ജോ അജിക്കൻ നോനെ പെഹനി ഹെ. എന്നാൽ ഇദ്ദേഹം ധരിച്ചിരിക്കുന്ന ഈ കോട്ട് ഉസ്കെ ബാരെ മേ മേ ചുപ് ഹി രഹൂ തോ അച്ഛാ ഹെ. അതിനെക്കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ഏഹ സുൻകർ ജമാൽ സാഹബ് ഗുസ്സേ സെ ലാൽ പീലെ ഹോ ഗയേ. ഇത് കേട്ടപ്പോൾ ജമാൽ സാഹബിന് എന്ത് ചെയ്തു? വളരെയധികം ദേഷ്യം വന്നു. ഒരു അജിക്കൻ ഉതാർത്തെ ഹുയെ പോലെ. എന്നിട്ട് കോട്ട് ഊരിക്കൊണ്ട് പറഞ്ഞു നസ്രുദ്ദീൻ തുംസെ ബഡാ മൂർഖ് मैंने आज तक नहीं देखा. നിന്നെ പോലൊരു മണ്ടനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഏതോ അപ്പനി അജിക്കൻ ഏലോ അപ്പനി അജിക്കൻ. ഇതാ നിൻ്റെ കോട്ട്, മുझे മാഫ് കറോ. എന്നോട് ക്ഷമിക്കൂ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ജമാൽ സാഹബ് ഇവിടെ നിന്ന് പോയി കാണും, അല്ലേ? അപ്പോൾ ഇതാണ് സ്റ്റോറി. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. तो यहाँ क्या है? समझाना, एक्सप्लेन, अच्छा, गुड, चुप, क्वाइट ആൻഡ് മൂർഖ്, ഇഡിയറ്റ്. ചുപ്പ് സൈലൻറ്റ് ഓൾസോ കറക്റ്റ് വേർഡ്. പിന്നെ അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു. ഈ ചാപ്റ്റർ തീർന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. तो बाकी हम अगले क्लास में पढ़ेंगे. धन्यवाद.